അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും വെൽക്കം മൈ കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞങ്ങളുടെ ഫാമിലി ആയിട്ടുള്ള ആദ്യത്തെ ഒരു വ്ളോഗ്, അത് ട്രെയിനിൽ. ഇന്നത്തെ വീഡിയോ ട്രെയിൻ യാത്രയാണ്. അങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻ ചെയ്ത യാത്ര ഒന്നുമില്ല. തൃശ്ശൂരിൽ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു ടൗണിൽ. അങ്ങനെ അവിടുന്ന് ഒന്ന് ട്രെയിൻ യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ട്രെയിൻ പിടിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ റിസർവ് ചെയ്തൊന്നുമില്ല, AC-യിൽ തന്നെ യാത്ര ചെയ്യാൻ പറ്റി, എക്സ്ട്രാ പൈസ കൊടുത്തിട്ട്. അങ്ങനെ ഞങ്ങൾ എറണാകുളം ടൗണിൽ ഇറങ്ങി. അപ്പോൾ തൃശ്ശൂർ ടു എറണാകുളം ടൗണിലാണ് സ്റ്റോപ്പ് വന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ അന്വേഷിച്ചു. മെട്രോ അടുത്തുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ മെട്രോയിൽ കയറാൻ വേണ്ടിയിട്ട് പോകണം. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് തന്നെയാണ് മെട്രോ യാത്ര. മെട്രോയിലുള്ള നല്ല അനുഭവങ്ങളും കാഴ്ചകളൊക്കെ കാണാൻ കുട്ടികളുമൊത്ത് ആ ഒരു അവസരം അതും ഉപയോഗപ്പെടുത്തി. അങ്ങനെ മെട്രോ കാത്തുനിന്ന പാടെ തന്നെ മെട്രോ വന്നു. അങ്ങനെ ഞങ്ങൾ മെട്രോ പിടിച്ച് ഞങ്ങൾ യാത്ര തുടങ്ങി. എവിടേക്കാ എങ്ങോട്ടാ അങ്ങനെ ഒരു പ്ലാനില്ലാത്തത് കൊണ്ട് ഞങ്ങൾ നേരെ എടപ്പള്ളിയിലോട്ട് പോയി. എടപ്പള്ളിയിലേക്കുള്ള മെട്രോ യാത്രയാണ്. മെട്രോയിൽ ഞങ്ങൾ കയറി പുറം കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോഴാണ് എടപ്പള്ളി ചർച്ച് വളരെ മനോഹരമായിട്ട് നമുക്ക് മെട്രോയിൽ യാത്ര ചെയ്യുമ്പോൾ കാണാൻ കഴിഞ്ഞ ഏറ്റവും നല്ല ഒരു സീനറി. സൂപ്പറായിരുന്നു ആ ഒരു കാഴ്ച. അങ്ങനെ ചർച്ച് കഴിഞ്ഞ ഉടനെ തന്നെ എടപ്പള്ളി ജംഗ്ഷൻ, നമ്മൾ കൊടുങ്ങല്ലൂരിലേക്കൊക്കെ പോകുന്ന വൈറ്റില കൊടുങ്ങല്ലൂർ ജംഗ്ഷൻ. നല്ല തിരക്കട്ടോ, ഒടുക്കത്തെ തിരക്കാണ്. അങ്ങനെ നമ്മുടെ ലുലു മോളിലെത്തി ഞങ്ങളത് എടപ്പള്ളി സ്റ്റേഷനിലോട്ട് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഒരു ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്ത് നേരെ ലുലു മോളിലേക്ക് എൻ്ററായി. അപ്പോൾ കയ്യിലൊരുപാട് തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ലോക്കർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലുലു മോളിലെത്തിയപ്പോൾ ഒന്ന് ഫ്രഷ് ആവണം. എനിക്കാണെങ്കിൽ നിസ്കരിക്കണം. അങ്ങനെ ആദ്യം നിസ്കാരം. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ചുറ്റിക്കറങ്ങി. മോൻക്കാണെങ്കിൽ ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാഴ്ചകൾ കാണാനും അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനൊക്കെ ആയിരുന്നു ആഗ്രഹം. നമുക്ക് വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലും ഒക്കെ നോക്കാൻ പറ്റിയല്ലോ. അങ്ങനെ അതൊക്കെ ഒന്ന് നോക്കുകയാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കൊച്ചു